Hello everyone, welcome to Elance Commerce Edge. നമ്മൾ ഇന്ന് CATയുടെ അതായത് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്ന കോഴ്സിൻ്റെ ഫസ്റ്റ് ലൈവ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക. ഓക്കെ, CAT എക്സാമിനേഷൻ വരുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്, സൺഡേ ആണ് എക്സാം വരുന്നത്. ഇത്തവണ കൂടെ നമുക്ക് ഹോം ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷനാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ എന്ത് ചെയ്യണം, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാം എക്സാമിൻ്റെ കേസിൽ MCQs മാത്രമാണ് ഉണ്ടാവുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുന്നത്. 2 സെഷൻസ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, സെക്കൻഡ്. സോ ഓക്കെ, 2 സെഷൻസ് ആയിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. നമുക്ക് മോർണിംഗ് സെഷനും അതേപോലെ ആഫ്റ്റർനൂൺ സെഷനും. മോർണിംഗ് സെഷനകത്ത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് 60% മാർക്കിന് ഈ ഒരു പേപ്പറിനാണ് ചോദ്യം ഉണ്ടാവുക. അതേപോലെ ബാക്കി വരുന്ന 40% നമുക്ക് അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ എന്ന പേപ്പറിനാണ് ഉണ്ടാവുക. ആഫ്റ്റർനൂൺ സെഷൻ 2 മണിക്ക് ആരംഭിക്കും. ഇതിനകത്ത് നമുക്ക് 50-50 ആയിട്ടാണ് മാർക്സ് വരുന്നത്. അതായത് 2 പേപ്പേഴ്സ് അവിടെയും നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ആഫ്റ്റർനൂൺ സെഷനകത്ത് വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസും അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 ആണ് വരുന്നത്. ഇതും 50-50 ആണ്. അതായത് 50 മാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2 എന്ന് വരും, അതേപോലെ ബാക്കി 50 മാർക്ക് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിനകത്ത് നിന്ന് വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ലൈവ് ആയതുകൊണ്ട് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മാക്സിമം MCQs ആണ് എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള ടൈമിൽ നോക്കേണ്ടത്. നമ്മൾ പേപ്പർ നോക്കും, നമ്മുടെ കോൺസെപ്റ്റ് കാര്യങ്ങൾ പഠിച്ച ശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മാക്സിമം MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അത് സോൾവ് ചെയ്ത് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻസിനകത്തേക്ക് പോകാൻ തോന്നുന്നു. ഓക്കെ, എല്ലാ ആളുകളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനകത്തേക്ക് പോവാം. സോ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ആളുകളും കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങൾ മാക്സിമം CAT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പരിചയത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഈ കാര്യം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. The revenue and expenses of a company are displayed in which statement? ചോദ്യം ശ്രദ്ധിക്കുക. റവന്യൂ അതേപോലെ എക്സ്പെൻസസ്, റവന്യൂവും എക്സ്പെൻസുകളും ഡിസ്പ്ലേ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് അക്കൗണ്ട് ആണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നൺ ഓഫ് ദി അബൗവ് ഉണ്ട് അല്ലേ. ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ആൻസർ ഈസ് നൺ അതർ ദാൻ സി. സി ആണ് നമുക്കിവിടെ ആൻസർ വരിക. ദാറ്റ് ഈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. റവന്യൂ അതേപോലെ എക്സ്പെൻസ്, റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന, ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ കമ്പനിയുടെ മുഴുവൻ റവന്യൂസും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് ഉണ്ടാവുക, അതേപോലെ എക്സ്പെൻസുകളും അവിടെ ഉണ്ടാവുക. ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ്സ് ലയബിലിറ്റീസ് ആണ് ഉണ്ടാവുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ് വരുന്നത്. നൺ ഓഫ് ദി അബോവ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, നൺ ഓഫ് ദി അബോവ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആൻസറിനകത്ത് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The main purpose of financial accounting, the main purpose of financial accounting is, ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. To provide financial information to shareholders, provide financial information to shareholders, and second one to maintain balance sheet, Third one, to minimize taxes.
ടു കീപ് ട്രാക്ക് ഓഫ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അക്കൗണ്ടൻസിക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരുപാട് പർപ്പസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ട ആൻസർ. ഓക്കെ, മെയിൻ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ മൂന്നാമത്തെ ചോദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാർട്ട് 1 എന്ന് വരുന്ന പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് ആ ഒരു ചാപ്റ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോളൂ. ദ എക്സ്പാൻഡഡ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി അല്ലേ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. സോ ഇതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഇക്വേഷൻ ഇത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, നൺ ഓഫ് ദി എബവ് ഉണ്ട്. സോ എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ. ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റാണ് വരുന്നത്. ഓക്കെ, ബാലൻസ് ഷീറ്റാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ വാട്ട് ടൈപ്പ് ഓഫ് ബാലൻസ് ഡു അസറ്റ് അക്കൗണ്ട് ഹാവ്? വാട്ട് ടൈപ്പ് ഓഫ് ബാലൻസ് ഡു അസറ്റ് അക്കൗണ്ട് ഹാവ്? അസറ്റ് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, നമുക്കറിയാം അസറ്റുകൾക്ക് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക. അക്കൗണ്ടിങ് നമ്മൾ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അക്കൗണ്ടുകൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് റിയൽ അക്കൗണ്ട് ആയിട്ടുള്ള അസറ്റാണ് വരുന്നത്. അസറ്റ് അക്കൗണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും എന്തായിരിക്കും, എല്ലാ അസറ്റുകൾക്കും നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. നോർമലി ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ലയബിലിറ്റീസ് ആണെങ്കിൽ ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അല്ലേ, ലയബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. സോ അസറ്റിനുണ്ടാവുന്ന ബാലൻസ് വരുന്നത് ഡെബിറ്റ് ആണ്. ദ ആൻസർ ഓപ്ഷൻ സി ആണ് കൊടുക്കേണ്ടത്. ഡെബിറ്റ് ആണ് വരിക കേട്ടോ, ഡെബിറ്റ് ആണ് വരിക. ഓക്കെ, സോ ലൈബിലുള്ള ആളുകളൊന്നും മാക്സിമം ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുക. CAT എക്സാമിനേഷൻ്റെ ലൈവാണ്. CAT എക്സാമിനേഷൻ വരുന്നത് 4-ാം തീയതിയാണ്, ഫെബ്രുവരി 4-ാം തീയതിയാണ്. സോ ഈ ഒരു കാര്യം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനൊരു സപ്പോർട്ട് നമ്മൾ ഇലാൻസ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ 5-ാമത്തെ ക്വസ്റ്റ്യനകത്തേക്ക് പോകാൻ നമുക്ക്. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ഡെറ്റ്സ് which are needed to be repaid in short term is known as. നോക്കൂ, ഇവിടെ കൈൻഡ് ഓഫ് ഡെറ്റ്, കടം, which are needed to be repaid in short term, ചുരുങ്ങിയ കാലം കൊണ്ട് വീട്ടേണ്ട, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വീട്ടേണ്ട കടം, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫിക്സഡ് ലയബിലിറ്റീസ് ഉണ്ട്, ഓപ്ഷൻസ് ഫിക്സഡ് ലയബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ഡിപ്രീസിയേറ്റിംഗ് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ അറിയുന്ന ആൾക്ക് കമൻറ്റ് ചെയ്യാം. ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഡിപ്രീസിയേറ്റിംഗ് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ദ കൈൻഡ് ഓഫ് ഡെറ്റ് വിച്ച് ആർ നീഡഡ് ടു ബി റീപെയ്ഡ് ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് കറണ്ട് ലയബിലിറ്റി അല്ലേ. കുറഞ്ഞ സമയം കൊണ്ട്, നോർമലി ലെസ് ദാൻ 1 year കൊണ്ട് നമ്മൾ വീട്ടേണ്ട, നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ബാധ്യതകളെ, കടങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കാം. കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയാണ് നമുക്ക് ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ലോങ് ടേം അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്? ഏതെല്ലാമാണ് ലോങ് ടേം അസറ്റ് വിച്ച് ആർ ഡു നോട്ട് ഹാവ് എ ഫിസിക്കൽ എക്സിസ്റ്റൻസ്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഫിസിക്കലി നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകൾ ഏതാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ് വന്നിട്ടുണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. സോ ഓപ്ഷൻസിനകത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എൻ അസറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതെന്താണ് വരിക? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലേ. സോ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ
നമുക്കത് സീ ചെയ്യാൻ പറ്റും, അതേപോലെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ബിൽഡിംഗ്, ലാൻഡൊക്കെ പോലെയുള്ള കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്? നമുക്കതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല, തൊടാനും കാണാനും പറ്റാത്ത അസറ്റുകളാണെന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഗുഡ്വിൽ പറയാം. ഗുഡ്വിൽ, കോപ്പി റൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ, കോപ്പി റൈറ്റ്, പാറ്റൻറ്റ്, ഇതൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് ദ സപ്പോർട്ടിംഗ് എവിഡൻസ് ഇൻ എ ബിസിനസ് ട്രാൻസാക്ഷൻ കോൾഡ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് നമുക്ക് എന്തെല്ലാം വെക്കാമെന്നാണ് ചോദ്യം. സോ സപ്പോർട്ടിംഗ് എവിഡൻസ് എന്താ നോക്കാം നമുക്ക്. സോ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് എന്താണ്? ടോട്ടലി നമുക്കതിനെ വിളിക്കുന്ന പേര് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് അല്ലേ. സോഴ്സ് ഡോക്യുമെൻറ്റുകൾ എന്ന് പറയും. നമ്മൾ ബില്ല് വെക്കാറുണ്ട് അല്ലേ. ബില്ലുകൾ, ഇൻവോയ്സുകൾ, വൗച്ചേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്? സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കാറുള്ളത്. നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോവാം. ജേണൽ ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, വൗച്ചർ ഉണ്ട്, കോൺട്രാ വൗച്ചർ ഉണ്ട്. ഹിയർ ദി ബെസ്റ്റ് ആൻസർ ഈസ് വൗച്ചർ. വൗച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഒരു എൻട്രി പാസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് വെക്കുന്നതാണെന്ത്? വൗച്ചർ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ഇൻവോയ്സ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം അല്ലേ. ഇൻവോയ്സുകൾ, ബില്ലുകളൊക്കെ നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് വെക്കാറുണ്ട്. ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെക്കുന്ന എവിഡൻസിന് നമ്മൾ വിളിക്കുന്ന പേര് സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദി എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ റെക്കോർഡഡ് ഇൻ വിച്ച് അക്കൗണ്ട്? ഏത് അക്കൗണ്ടിലാണ് എക്സ്പെൻസുകളും ഗെയിനും അതേപോലെ ലോസും, പ്രോഫിറ്റും ലോസും ഒക്കെ റെക്കോർഡ് ചെയ്യുക? ഏത് അക്കൗണ്ടിലാണ് ചോദ്യം. നമുക്ക് നോക്കാം. കറണ്ട് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് വന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, നൺ ഓഫ് ദി അബവ്. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ റെക്കോർഡഡ് ഇൻ വിച്ച് അക്കൗണ്ട്? ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? സോ എക്സ്പെൻസസ്, പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ നോർമലി റെക്കോർഡഡ് ഇൻ നോമിനൽ അക്കൗണ്ട്. സോ നമ്മൾ അവിടെ ആ ഒരു ചാപ്റ്ററിനകത്ത് ആ പ്രോസസ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. എല്ലാ അക്കൗണ്ടും ആ അക്കൗണ്ടിനകത്ത് വരുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യനബിൾ ഏരിയ ആണ്. അവിടെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ നമ്മളിവിടെ എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരെന്താണ്? നോമിനൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നോമിനൽ അക്കൗണ്ട്. ഓക്കെ, സോ കറണ്ട് അക്കൗണ്ട് വരില്ല, പേഴ്സണൽ അക്കൗണ്ട് വരില്ല, നൺ ഓഫ് ദീസ് അബവ് അല്ല ആൻസർ വരിക. നോമിനൽ അക്കൗണ്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് പേഴ്സൺ ഓസ് എൻ എമൗണ്ട് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ ക്രെഡിറ്റ് ബേസിസ്? ചോദ്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. വിച്ച് പേഴ്സൺ ഓസ് എൻ എമൗണ്ട് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ? ശ്രദ്ധിക്കണം, ഇവിടെ ആരാണ് ബാധിതപ്പെട്ടിരിക്കുന്നത്? ആ വ്യക്തി ഓർഗനൈസേഷനോട് ബാധിതപ്പെട്ടിരിക്കുകയാണ്. പേഴ്സൺ ഓസ് മണി ഓർ എമൗണ്ട് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന് പൈസ കൊടുക്കാനുണ്ട് അയാൾ ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അദ്ദേഹം കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടാവും. അദ്ദേഹം സാധനങ്ങളോ സേവനങ്ങളോ കടത്തിന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും ഓർഗനൈസേഷന് പൈസ കൊടുക്കാനുണ്ട്. ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എക്സാമിനേഷന് പല ആളുകളും തെറ്റിക്കുന്നതാണ്. ഓസ് എൻ എമൗണ്ട് ടു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെറ്റർ. ശ്രദ്ധിക്കണേ, ഓർഗനൈസേഷനിലേക്ക് ചെയ്യുന്നു, ഓർഗനൈസേഷനിലേക്ക് പൈസ കൊടുക്കാനുള്ള ആളാണെങ്കിൽ ദാറ്റ് ഈസ് ഡെറ്റർ. നമ്മളവിടെ ഡെറ്റർ തന്നെയാണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചാണ്. ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ബിസിനസ് ഓസ് മണി ടു എൻ ഔട്ട്സൈഡർ. ബിസിനസ് അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ
ഓർത്ത് വെക്കുക, ഓർഗനൈസേഷനോട് കടപ്പെട്ടിരിക്കുന്ന ആളാരാണ്? ഡെറ്ററാണ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് പണം തരാനുള്ള ആളുകളാണ് കേട്ടോ. നമ്മുടെ ഓർഗനൈസേഷന് പൈസ തരാനുള്ള ആളുകളാണ്. ഡെറ്ററാണ് നമ്മുടെ ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ഡെറ്ററാണ് വേണ്ടത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവരാണ്. ഓണർ വരില്ല, നൺ ഓഫ് ദി അബവ് അല്ല ആൻസർ വരിക. ഡെറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് വെൻ ആർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ്. നോർമലി ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഫൈനൽ അക്കൗണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? സോ നമുക്കിവിടെ കുറച്ച് കാര്യം തന്നിട്ടുണ്ട്. ക്വാർട്ടർലി ഉണ്ട്, ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, നൺ ഓഫ് ദി അബവ് ഉണ്ട്. നോർമലി നമ്മളെ പീരീഡ് കോൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ട്സുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള പീരീഡ് ഇൻ്റർവെൽ പീരീഡിൽ നമ്മളത് ക്ലോസ് ചെയ്യണമെന്നുണ്ട്. എക്സാക്ട്ലി അതെങ്ങനെ വേണം? അപ്പോൾ നമുക്കറിയാം ഈ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർ ക്വാർട്ടർലി ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടും മറ്റ് കംപ്ലയൻസിന് വേണ്ടിയിട്ട് അവർ ക്വാർട്ടറിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാറുണ്ട്. ബട്ട് നോർമലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യപ്പോഴാണ്? ദാറ്റ് ഈസ് ഇയർലി. നോർമൽ കേസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇയർലി ആണ്. ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം ഇയർലി എന്ന് കൊടുക്കാം. ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് ഇയർലി എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാണ്. വാട്ട് ഈസ് എ കറണ്ട് ലയബിലിറ്റി? വാട്ട് ഈസ് എ കറണ്ട് ലയബിലിറ്റി? എന്താണ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഓപ്ഷൻസ് കുറച്ച് വലുതാണ്. നോക്കൂ. Assets of a company that are expected to be sold or used as a result of standard business operations over the next year. Asset of the company കണ്ടാൽ പിന്നെ നമുക്കത് ഒഴിവാക്കാം. ബിക്കോസ് ലയബിലിറ്റി ഈസ് നോട്ട് അസറ്റ്. പൊട്ടൻഷ്യൽ ലയബിലിറ്റി ദാറ്റ് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. സോ ഇത് ലയബിലിറ്റി ആണ്. ബട്ട് ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ലയബിലിറ്റി ദാറ്റ് മേ ഒക്കർ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ലയബിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ലയബിലിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കമ്പനി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. കമ്പനിയുടെ ഷോർട്ട് ടേമിലേക്കുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ദാറ്റ് ആർ ഡ്യൂ വിത്തിൻ 1 year or within normal operating cycle. So, and last one, obligation listed in the balance sheet not due for more than a year. Okay, so actually എന്താണ് കറണ്ട് ലയബിലിറ്റി ചോദിച്ചാൽ ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ സി ആണ് വരിക. കമ്പനീസ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ദാറ്റ് ആർ ഡ്യൂ വിത്തിൻ 1 year വിത്തിൻ എ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഒരു വർഷത്തിൽ, അതായത് ഒരു 1 yearനുള്ളിൽ ഡ്യൂ ആവുന്ന നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ 12ാമത്തെ ചോദ്യം നോക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്? എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്. ബട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എക്സ്പെൻസ് വിച്ച് ആർ നോട്ട് പെയ്ഡ് ഓഫ് ഇൻ ദ കറണ്ട് ബാലൻസ് ഷീറ്റ്. കറണ്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കാത്ത എക്സ്പെൻസുകളെ ആണോ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വിളിക്കേണ്ടത്? കറണ്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കാത്ത എക്സ്പെൻസുകൾ, നമ്മൾ പേ ചെയ്യാത്ത എക്സ്പെൻസുകൾ. ദ നെസസറി പർച്ചേസ് ദാറ്റ് കീപ്പ് എ ബിസിനസ് ഗോയിങ് ഫോർ ഡേ ടു ഡേ. നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കേണ്ട കാര്യങ്ങൾ. നെസസറി പർച്ചേസ് ദാറ്റ് കീപ്പ് എ ബിസിനസ് ഗോയിങ് ഫ്രം ഡേ ടു ഡേ. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും വാങ്ങിക്കേണ്ട കാര്യങ്ങളാണോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ആൻഡ് 4ാമത്തെ ഓപ്ഷൻ, ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ദാറ്റ് ഈസ് ഡ്യൂ ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല, പേ ഓഫ് ചെയ്തില്ല, പേ ചെയ്തില്ല. നൺ ഓഫ് ദി അബവ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ദാറ്റ് ഈസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ് കേട്ടോ. ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, അതായത് എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട്. എക്സ്പെൻസ് ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്. ബട്ട് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, ബട്ട് നമ്മളത് കൊടുത്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. ഡ്യൂ ബട്ട് നോട്ട് ടു പെയ്ഡ് ആണെന്ത് ആക്ച്വലി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്.
ശ്രദ്ധിക്കണം, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. കൊടുക്കാത്തത് എന്നുള്ളതിന് മാത്രം പറഞ്ഞാൽ പോരാ, ഡ്യൂ ആവണം. ആ ഒരു എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സാലറി, ഈ മന്തിലെ സാലറി ഡ്യൂ ആവുമെന്ന് പറഞ്ഞാൽ ആ മന്ത് കഴിയുമ്പോൾ സാലറി ഡ്യൂ ആവും അല്ലേ? അങ്ങനെ ആ സാലറി കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്, ബട്ട് നോട്ട് പെയ്ഡ്, നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം, 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? ഇത് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടാവുന്നത് എവിടെ നിന്നാണ്? നമുക്ക് BRS പഠിക്കാനുണ്ട്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനുണ്ട്. അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. സോ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? ഓപ്ഷൻ എ, എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ബൈ കമ്പനീസ് അക്കൗണ്ട്സ് പേബിൾ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെയ്നിങ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഫോർ ആൻ ഇൻവോയ്സ്. ഒരിക്കലല്ല, അതൊരു സോഴ്സ് ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നോട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വേർ പേയ്മെൻറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇഷ്യൂയിങ് ബാങ്ക്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങൾ, ചെക്ക് പോലുള്ള കാര്യങ്ങൾ. ബട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതല്ല, നമുക്കറിയാം. എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് സിമിലർ ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതും റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ലൈൻ ഓഫ് ക്രെഡിറ്റ് ദാറ്റ് കവേഴ്സ് യുവർ ട്രാൻസാക്ഷൻ ഇഫ് യുവർ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഡ്രോപ്സ് ബിലോ 0. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് എ ലൈൻ ഓഫ് ക്രെഡിറ്റ്. നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ല എങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട്, അതിനൊരു ലൈൻ ഓഫ് ക്രെഡിറ്റ് ഉണ്ട് അല്ലേ? അതാണെന്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ബാങ്കിൽ ബാലൻസ് ഇല്ല എങ്കിലും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്, ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണെന്ത് ആക്ച്വലി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ദ ആൻസർ ഈസ് ദ ലാസ്റ്റ് വൺ, ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ആൻസർ 4ാമത്തെ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഹൂ ഈസ് ആൻ എക്സ്റ്റേണൽ യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ യൂസർ ആൻഡ് എക്സ്റ്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ്. നമ്മളവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇൻറ്റേർണൽ, ആരൊക്കെയാണ് എക്സ്റ്റേണൽ. ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്, അവിടുന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തന്നിട്ട് ഇതിനകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ആളെ കണ്ടെത്താനുണ്ടാവും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളെ കണ്ടെത്താനുണ്ടാവും. സോ ഹൂ ഈസ് ആൻ എക്സ്റ്റേണൽ യൂസർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഇതിനകത്ത് ആരാ എക്സ്റ്റേണൽ? പുറമേയുള്ള ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ദവർ ഇൻറ്റേർണൽ അല്ലേ? CEO ഇൻറ്റേർണൽ ആണ്, മാനേജർ ഇൻറ്റേർണൽ ആണ്. ദ ക്രെഡിറ്റേഴ്സിൻ്റെ പേര് തന്നെ അറിയാമല്ലേ? ക്രെഡിറ്റേഴ്സ് മീൻസ് ആരാണ്? പുറമേയുള്ള ആളുകളാണ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളാണ്, നമ്മുടെ സപ്ലയേഴ്സ് ആയിരിക്കാം, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളുകളാണ്. സോ ക്രെഡിറ്റേഴ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. ക്രെഡിറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദേവർ എക്സ്റ്റേണൽ പാർട്ടീസ്, ബിസിനസ്സിൻ്റെ പുറമേയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ യൂസറും ഇൻറ്റേർണൽ യൂസറും നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ സൺഡേയിലുള്ള എക്സാമിനേഷന്. ഓക്കെ, 15ാമത്തെ ചോദ്യം, വാട്ട് ആർ ലയബിലിറ്റീസ്? എന്താണ് ബാധ്യതകൾ എന്ന് പറയുന്നത്? വാട്ട് ആർ ലയബിലിറ്റീസ്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ച്? ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. റിസോഴ്സസ് ഓഫ് എ കമ്പനി, ഒരിക്കലും അല്ലല്ലേ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആസ്തികളാണ്. റിസോഴ്സസ് ഓഫ് എ കമ്പനി. എക്സ്പെൻസസ് ഓഫ് എ കമ്പനി ആണോ നോക്കാം. ഒബ്ലിഗേഷൻസ് ഓഫ് എ കമ്പനി, നൺ ഓഫ് ദി അബവ്. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ എന്താണ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ബിസിനസ്സിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട്? ഒബ്ലിഗേഷൻസ് ഓഫ് എ കമ്പനിയാണ്. ഒബ്ലിഗേഷൻസ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഒബ്ലിഗേഷൻസ്, ബാധ്യതകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ്പെൻസിന് ഒരിക്കലും നമ്മൾ ലയബിലിറ്റി എന്ന് വിളിക്കില്ല. എക്സ്പെൻസ് നമ്മൾ എപ്പോഴാണോ കൊടുക്കാതിരിക്കുന്നത്, നമ്മൾ പേ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കെന്ത് വിളിക്കാം? ദാറ്റ് ഈസ് എ ലയബിലിറ്റി. അതർവൈസ് എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ഓക്കെ, സോ ഒബ്ലിഗേഷൻ ഓഫ് എ കമ്പനിയാണ് നമ്മളെന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇക്വേഷൻ ഫില്ല് ചെയ്യാനാണ്. ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അസറ്റ് ഈസ് ഈക്വൽ ടു assets is equal to liability plus capital. Liabilities plus capital, ഇതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ കൂടി ഉണ്ട്, അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഒരു ഏരിയ നിന്ന് ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ട് നമുക്കൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? നോക്കൂ, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് ആണ്. റവന്യൂ അല്ല, അൺഏൺഡ് ഇൻകം അല്ല, വൗച്ചർ അല്ല. ഒരു ആൻസർ ഈസ് അസറ്റ്.
അസറ്റാണ് ആൻസർ വരിക. ഓക്കെ, അസറ്റാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നൗ 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 17ാമത്തെ ചോദ്യം, വാട്ട് ഒക്കേഴ്സ് വെൻ എക്സ്പെൻസസ് ആർ ഗ്രേറ്റർ ദാൻ ഇൻകം? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഇവിടെ എപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഒക്കേഴ്സ് വെൻ എക്സ്പെൻസസ് ആർ ഗ്രേറ്റർ ദാൻ ഇൻകം. നോക്കൂ, എക്സ്പെൻസ് വലുതാണ്, ഗ്രേറ്റർ ആണ് ഇൻകത്തേക്കാൾ. എക്സ്പെൻസ് കൂടിയാൽ ദാറ്റ് ഈസ് നെറ്റ് ലോസ്. ദ കറക്റ്റ് ആൻസർ ഈസ് നെറ്റ് ലോസ്. എപ്പോഴാണ് നെറ്റ് പ്രോഫിറ്റ് വരിക? വേർ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻസസ് അല്ലേ. ഇൻകം കൂടുമ്പോഴാണ് നമുക്ക് അവിടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ഡെറ്റ്സ് വരില്ല, ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടമാണ്. ഡിക്രീസ് ഇൻ അസറ്റും വരില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് നെറ്റ് ലോസ്, വേർ എക്സ്പെൻസസ് ആർ ഗ്രേറ്റർ ദാൻ ഇൻകം. ഓക്കെ, സോ 17ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് നെറ്റ് ലോസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് വെൻ ആർ ഡ്രോയിങ്സ് ഡെബിറ്റഡ്? എപ്പോഴാണ് ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നത്? നോക്കൂ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ, ബിസിനസ്സിൻ്റെ ഓണർ, അതായത് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ, ഓണർ ബിസിനസ്സിനകത്ത് നിന്നും ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ, ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. സോ ഏത് ഓപ്ഷനിലാണ് നമ്മൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, ഓക്കെ, ക്യാഷ് വിഡ്രോൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാഷ് വിഡ്രോൺ ഫോർ സാലറി ആൻഡ് ഒക്ട്രോയ് പെയ്ഡ്. ഒക്ട്രോയ്. ഓക്കെ, ഓക്കെ, നൗ ദ ആൻസർ ഈസ്, എല്ലാ ആളുകൾക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ദിസ് ഈസ് ഓപ്ഷൻ നമ്പർ 1, ദാറ്റ് ഈസ് എ ആണ് നമ്മുടെ ആൻസർ വരിക. ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, പേഴ്സണൽ യൂസിനാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്രോയിങ്സ്. നോക്കൂ, പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഡ്രോയിങ്സ്. ഓക്കെ, വിഡ്രോൺ ഫോർ സാലറി കൊടുക്കാൻ വേണ്ടി നമ്മൾ പൈസ എടുത്താലും അതൊന്നല്ല ഡ്രോയിങ്സ് പരിഗണിക്കില്ല. അതെല്ലാം ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ എടുക്കുന്നത്. സോ ഇവിടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഓണറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഇവിടുന്ന് പൊതുവേ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഡ്രോയിങ്സ് ക്യാഷ് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ. ഗുഡ്സ് ആണ് കൊണ്ടുപോയതെങ്കിൽ ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് വരിക. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ദാറ്റ് ഈസ് ഗുഡ്സ് വിഡ്രോൺ ബൈ ദി ഓണർ. ഫോർ പേഴ്സണൽ യൂസ്. അവിടെ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19, 19ാമത്തെ ചോദ്യം. ഇൻ വാട്ട് ഓർഡർ ഡാറ്റ ഈസ് എൻറ്റേർഡ് ഇൻ ടു ജേണൽ? ജേണലിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഡാറ്റകൾ എൻ്റർ ചെയ്യാറുള്ളത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ജേണലിലേക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാം? നോക്കൂ, അതിന് ഓപ്ഷൻസ് ഉണ്ട്. ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞിട്ടുണ്ട്, ന്യൂമറിക് ഓർഡർ പറഞ്ഞിട്ടുണ്ട്, ആൽഫബറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്, ബുള്ളറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ജേണൽ ഈസ് എ ബുക്ക് വേർ ഡാറ്റാസ് ആർ എൻറ്റേർഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ അല്ലേ. ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ജേണലിൻ്റെ കേസിൽ നമുക്കറിയാം, ജേണലിൻ്റെ കേസിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുക. കാലാനുക്രമത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലേ. കാലാനുക്രമത്തിലാണ്. ഡേ 1 നടന്ന കാര്യങ്ങൾ, ദെൻ ഡേ 2, ദെൻ ഡേ 3, ദെൻ ഡേ 4, ഇങ്ങനെ കാലാനുക്രമത്തിലാണ് നമ്മൾ ജേണലിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഇവിടുന്ന് നമുക്ക് ജേണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന മറ്റ് 2 ക്വസ്റ്റ്യൻസ്, ഈ ജേണലൈസിങ് അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് അല്ലേ. ജേണൽ റെക്കോർഡ് ചെയ്തതിന് പറഞ്ഞ പേരാണെന്ത്? ജേണലൈസിങ് നോട്ട് ചെയ്ത് വെക്കുക, ജേണലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ലെഡ്ജറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന്, ലെഡ്ജറിലേക്ക് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് പറഞ്ഞ പേരെന്താണ്? പോസ്റ്റിംഗ് എന്നാണ്. ആ ഏരിയയിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പോസ്റ്റിംഗ് അല്ലേ. ജേണൽ ടു ലെഡ്ജർ, ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, ദെൻ 20th question. Contra entries are those entries which are related to
കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ കോൺട്രാ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ വരുന്നതാണ് അല്ലേ കോൺട്രാ എൻട്രീസ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് എൻട്രി വിച്ച് ആർ റിലേറ്റഡ് ടു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാഷ് ഓൺലി വന്നിട്ടുണ്ട്, ക്യാഷ് ഓൺലി വന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓൺലി ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്. സോ കോൺട്രാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കോൺട്രാ എൻട്രീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് ദ എൻട്രി വിച്ച് വിൽ അഫക്റ്റ് ബോത്ത് ദി ബാലൻസ് അല്ലേ, ക്യാഷ് ബാലൻസിനെയും അഫക്റ്റ് ചെയ്യുന്നു, ബാങ്ക് ബാലൻസിനെയും അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് കോൺട്രാ എൻട്രി. സോ ദ ആൻസർ ഈസ് ബി. രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ വരിക, രണ്ടാമത്തെ ഓപ്ഷനാണ് വരിക. ക്യാഷ് ആൻഡ് ബാങ്ക് രണ്ടിനെയും ബാധിക്കുന്നു, രണ്ടിനെയും ബാധിക്കുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. കോൺട്രാ എൻട്രീസ് ദോസ് എൻട്രീസ് വിച്ച് ആർ റിലേറ്റഡ് ടു ക്യാഷ് ആൻഡ് ബാങ്ക്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ, ക്യാഷ് ആൻഡ് ബാങ്ക്. ഇപ്പോൾ കോൺട്രാ എൻട്രീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഏരിയ ആണ് അത്. ഓക്കെ, ദെൻ 21st 21ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഓഫ് എന്താണ് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോർമൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? സോ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പഠിക്കുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ നോർമൽ എക്സ്പെൻസ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കാറുണ്ട്. ബട്ട് നോർമലി നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് മേ ബി നമുക്കൊരു നെക്സ്റ്റ് ഇയറിലേക്കും തൊട്ടടുത്ത വർഷത്തേക്കൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് തൊട്ടടുത്ത വർഷങ്ങളിലേക്ക് കിട്ടാറുണ്ട്. സോ അഡ്വർടൈസ്മെൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓർത്ത് വെക്കുക, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. നോർമലി നോർമൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ബിക്കോസ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വിൽ ഗെറ്റ് 1 or 2 years അല്ലെ, നമുക്ക് ആ ഒരു വർഷമല്ല തൊട്ടടുത്ത 1 or 2 വർഷം കൂടി കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആ അടുത്ത വർഷത്തെ ബെനിഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോവാണ് പതിവ് അല്ലേ. ആ ഒരു കറണ്ട് ഇയർ കിട്ടുന്ന എക്സ്പെൻസ് എമൗണ്ട് മാത്രം നമ്മൾ ബെനിഫിറ്റ് കിട്ടുന്ന എമൗണ്ട് മാത്രം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതി തീർക്കും. ഓക്കെ, സോ അഡ്വർടൈസ്മെൻറ്റ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന കാര്യം ഓർത്ത് വെക്കാം. 22ാമത്തെ ചോദ്യം ജേണൽ എൻട്രി ആണ്. ശ്രദ്ധിക്കുക, ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഗൂഡ്സ് വർത്ത് ₹18,000 were distributed as free sample. How this transaction will reflect in the books of account? എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്? നോക്കടാ, ഗുഡ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഫ്രീ സാമ്പിളായിട്ട്, ഫ്രീ സാമ്പിളായിട്ട് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നോക്കണം, നമുക്കറിയാം നമ്മൾ ഗുഡ്സ് ഡ്രോ ചെയ്താലോ ഗുഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലോ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ്. പർച്ചേസ് അക്കൗണ്ടാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. എനിവേ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം, അതിനുശേഷം ഞാൻ എൻട്രി പറയുന്നതാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് വന്നിട്ടുണ്ട്. ഡിഡക്റ്റഡ് ഫ്രം ടോട്ടൽ പർച്ചേസ് ഓൺലി, പർച്ചേസിന് കുറയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ടുള്ളത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്, ഒരു എൻട്രി ഉണ്ട്. ലാസ്റ്റ് വൺ ഡെബിറ്റ് ഇൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആസ് അഡ്വർടൈസ്മെൻറ്റ് ഫ്രീ സാമ്പിൾ എക്സ്പെൻസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഓക്കെ, സോ ദ എൻട്രി വിൽ ബി അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് വേണ്ടത്. ടു പർച്ചേസ്, ഇതാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഏറ്റവും കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത്. കാരണം അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ നമ്മൾ ഒരു എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഫ്രീ സാമ്പിൾ കൊടുത്താൽ. കാരണം ഫ്രീ സാമ്പിൾ കൊടുക്കുന്നതിന് ഉദ്ദേശം ഒരു സെയിൽസ് പ്രൊമോഷനാണ് അല്ലേ ഫ്രീ സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് എവിടെയാണ് നമുക്കവിടെ ക്യാഷ് ചിലവാകുന്നില്ലല്ലോ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് നമുക്ക് എഴുതാൻ പറ്റില്ല, ടു ബാങ്കും നമുക്ക് എഴുതാൻ പറ്റില്ല, നമുക്കവിടെ പണം ചിലവാകുന്നില്ല. പക്ഷേ നമ്മുടെ ഗുഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗുഡ്സ് കൊടുത്താൽ നമ്മൾ അതിന് ആരെ ക്രെഡിറ്റ് ചെയ്യാടാ? പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യുക. ആ എമൗണ്ട് പർച്ചേസിന് കുറയണം, അത്രയും എമൗണ്ട് അവിടെ കുറയണം, പർച്ചേസിന് കുറയണം. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ
അഡ്വർടൈസ്മെൻറ്റ് ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ഭാഗത്ത് എഴുതുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ആ എമൗണ്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഫ്രീ സാമ്പിളിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ മൈനസ് ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഓർ ഫ്രീ സാമ്പിൾ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ ഫൈനൽ അക്കൗണ്ടിലെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. നമ്മളവിടെ ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട് അല്ലേ. ഓരോന്നും എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയാം, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ. സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു നോ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, നൺ ഓഫ് ദി അബവ്. സി ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസോ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റാണ് അല്ലേ, ബാലൻസ് ഷീറ്റാണ് നമുക്കറിയാം. ഓക്കെ, സോ ഓരോ അക്കൗണ്ടും അതിൻ്റെ പർപ്പസ് നമ്മൾ അറിഞ്ഞിരിക്കുക, അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്താണ്, ബാലൻസ് ഷീറ്റിൻ്റെ പർപ്പസ് എന്താണ്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് എന്തെല്ലാമാണ് എടുക്കുക, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എടുക്കുക. ക്രെഡിറ്റ് ഭാഗത്ത് ഡയറക്റ്റ് ഇൻകം സെയിൽസ് ആണ് ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ഭാഗത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഉണ്ടാവുക. ക്രെഡിറ്റ് ഭാഗത്ത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഉണ്ടാവുക. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റിയും റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സുമാണ് ഉണ്ടാവുക. ഓക്കെ, സി ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 24th ക്വസ്റ്റ്യൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ്. ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്റർ നിന്നാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ എന്തിനാണ് ചാർജ് ചെയ്യുന്നത് നോക്കൂ. ടു ഷോ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, ടു കാൽക്കുലേറ്റ് ട്രൂ പ്രോഫിറ്റ്, റെഡ്യൂസ് ടാക്സ്, സാറ്റിസ്ഫൈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ടു കാൽക്കുലേറ്റ് ട്രൂ പ്രോഫിറ്റ് ആണ്. യഥാർത്ഥ ലാഭം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, യഥാർത്ഥ എക്സാക്റ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ, ട്രൂ പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ടാക്സ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്, ബട്ട് അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല. ടാക്സ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ടു കാൽക്കുലേറ്റ് ട്രൂ പ്രോഫിറ്റ് ആൻഡ് റീപ്ലേസ് ഫണ്ട് ഫോർ പർച്ചേസിങ് ദാറ്റ് പർട്ടിക്കുലർ അസറ്റ് അല്ലേ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ദ ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. നോക്കൂ, ഏതാ മെത്തേഡ് നോക്കടാ, ഏതാ മെത്തേഡ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എഫക്റ്റ് നോക്കാം നമുക്ക്. ഡിപ്രീസിയേഷൻ, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഇൻക്രീസ് ഈച്ച് ഇയർ, ഡിക്രീസ് ഈച്ച് ഇയർ, നൺ ഓഫ് ദം. ദെൻ ദ ആൻസർ ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ദ ആൻസർ ഈസ് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും എല്ലാ സമയവും ഒരേപോലെ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ, നേരെ മറിച്ച് WDV ആണെങ്കിൽ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് എവറി ഇയർ. എല്ലാ വർഷവും അതിൻ്റെ എമൗണ്ട്, ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ കേസിൽ ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അത് അതേപോലെ നിൽക്കുമെന്ന് പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. ആൻഡ് 26ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ എ ക്യാഷ് ബുക്ക് ദ ഫേവറബിൾ ബാലൻസ് ഇൻഡിക്കേറ്റ്സ്. ഇതെല്ലാ സമയത്തും നമ്മൾ തെറ്റിക്കുന്നതാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇൻ എ ക്യാഷ് ബുക്ക് എന്താണ് ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബാലൻസ് ആണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നമ്മുടെ ബാലൻസ്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ബാങ്കിൽ പൈസ ഉണ്ട് എന്ന് കാണിക്കുന്നതാണെന്ത് ഫേവറബിൾ ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാഷ് ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കുമെന്നാണ് ചോദ്യം. ക്യാഷ് ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കടാ? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുമോ, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുമോ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അഡ്ജസ്റ്റഡ് ബാലൻസ്? സോ ഇൻ ദ ക്യാഷ് ബുക്ക്
ഡെബിറ്റ് ബാലൻസ് വിൽ ഷോസ് ദ ഫേവറബിൾ ബാലൻസ്. ക്യാഷ് ബുക്കിൻ്റെ കേസിൽ ശ്രദ്ധിച്ചോടാ, ക്യാഷ് ബുക്കിൻ്റെ കേസിൽ നിങ്ങൾ BRS പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, ക്യാഷ് ബുക്കിൻ്റെ കേസിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ബാലൻസ് ആണ്, ഫേവറബിൾ ബാലൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ. നേരെ മറിച്ച് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് വിളിക്കാം. ഓവർ ഡ്രാഫ്റ്റ് ആണ് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ. നേരെ തിരിച്ച് പാസ്ബുക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഉൾട്ടയടിച്ചാൽ മതി, നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ. പാസ്ബുക്കിനെ സംബന്ധിച്ച് പാസ്ബുക്കിൻ്റെ കേസിൽ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലാണ് ഫേവറബിൾ ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ബാലൻസ് ആണ്, ഫേവറബിൾ ബാലൻസ് ആണ് കേട്ടോ. എന്നാൽ പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് വിളിച്ചാൽ എന്താണ്? പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ആക്ച്വലി ക്യാഷ് ബുക്ക് ഡെബിറ്റ് ആണെങ്കിൽ ഫേവറബിൾ ആണ്, അപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. തിരിച്ച് പാസ്ബുക്ക് നേരെ തിരിച്ചങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, തിരിച്ചു പഠിച്ചാൽ മതി. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം, ബാലൻസ് വെച്ചുകൊണ്ട് ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. അത് തെറ്റിക്കാതെ ടൈം എടുത്ത് നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർസ് എ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഡാഷ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ പാസ്ബുക്കിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? ക്യാഷ് പേയ്മെൻറ്റ് ജേണലുണ്ട്, ക്യാഷ് റെസീറ്റ് ജേണലുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്യാഷ് ബുക്ക് ഉണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ക്യാഷ് ബുക്ക് അല്ലേ. നമ്മളെപ്പോഴും BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും ആയിട്ടാണ് കമ്പയർ ചെയ്യുക. സോ വി ആർ കമ്പയറിങ് ദി ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ക്യാഷ് ബുക്ക് ബാലൻസുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, 28ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് ഇൻ ബാങ്ക് റീകൺസിലിയേഷൻ? ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിലേക്ക് ആ എമൗണ്ട് എത്തിയിട്ടില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ബാങ്കിലേക്ക് എത്തിയിട്ടില്ല. സോ ആഡഡ് ടു ബാങ്ക് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്, സബ്ട്രാക്ട് ഫ്രം ബാങ്ക് ബാലൻസ് പറഞ്ഞിട്ടുണ്ട്, സബ്ട്രാക്ട് ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ് ഉണ്ട്, രണ്ടും തെറ്റാണ്. ആഡഡ് ടു ക്യാഷ് ബുക്ക് ബാലൻസ്. സോ ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ബട്ട് അത് ബാങ്കിൽ ഇതുവരെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചെക്ക് ആക്കി വിട്ടിട്ടുണ്ടാവാം, ബാങ്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല, ബാങ്കിൽ അത് ഇതുവരെ ആ ബാലൻസ് എത്തിയിട്ടില്ല. നമ്മളിട്ട് നമ്മൾ നേരെ ക്യാഷ് ബുക്കിൽ വന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഓപ്ഷൻ എ ആണ്, ആഡഡ് ടു ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസിനോട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് വരിക? ആഡഡ് ടു ബാങ്ക് ബാലൻസ്. കാരണം നമ്മൾ പൈസ ബാങ്കിലിട്ടു, ബാങ്ക് എടുക്കുന്ന ടൈമാണ്, ബാങ്ക് ചിലപ്പോൾ സമയം എടുത്തേക്കാം ആ ബാലൻസ്, ആ എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആഡഡ് ടു ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസിലേക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. ഇൻ ക്യാഷ് ബുക്ക് ബാങ്ക് ചാർജസ് 5,000 വാസ് നോട്ട് റെക്കോർഡഡ്. നെയിം ദ കറക്റ്റ് ക്യാഷ് ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. നോക്കൂ, ക്യാഷ് ബുക്കിൽ നമ്മളോട് ബാങ്ക് ചാർജ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് സൈഡ് ഐറ്റമാണ് അല്ലേ, പേയ്മെൻറ്റ് സൈഡ് ഐറ്റമാണ്. പക്ഷേ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുന്ന ഐറ്റമാണ്. സോ നമ്മൾ അതിന് എവിടെ എഴുതേണ്ടതാടാ? നമ്മൾ ബാങ്ക് കോളത്തിൻ്റെ ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, ഇതിൻ്റെ ക്യാഷ് ബുക്കിൻ്റെ. സോ ആൻസേഴ്സ് നോക്കാം നമുക്ക്. ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക്, ഇറ്റ് വിൽ ബി ഡെബിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക്. തെറ്റാണ്. ഡെബിറ്റ് പറഞ്ഞാൽ ഇൻകം റെസീറ്റ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. നോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് തെറ്റാണ്. ചാർജ് വിൽ ബി ആഡ് ടു ദ ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് ആഡ് അല്ല ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് വേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് നമ്മൾ പേയ്മെൻറ്റ് സൈഡിലേക്ക് ഐറ്റത്തെ എഴുതുന്നു. പേയ്മെൻറ്റ് സൈഡിൽ ക്രെഡിറ്റ് ഭാഗത്താണ് നമ്മൾ, പേയ്മെൻറ്റ് സൈഡാണല്ലേ, ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സൈഡാണ്. സോ പേയ്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഐറ്റത്തെ എടുത്ത് എഴുതി വെക്കുക. ബാങ്ക് ചാർജ് നമ്മുടെ ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റമാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 30, 30ാമത്തെ ചോദ്യം.
ഹൂ ഈസ് പ്രിപ്പയറിങ് ദ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? BRS ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? BRS ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓപ്ഷൻസ് ഡെറ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, അക്കൗണ്ട് ഹോൾഡർ ഉണ്ട്, ബാങ്ക് ഉണ്ട്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് BRS പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? ദ ട്രേഡർ അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും. നമുക്കാണിത് ചെക്ക് ചെയ്യേണ്ടത്, നമ്മളാണിത് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കേണ്ടത്. സോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ 31st ക്വസ്റ്റ്യൻ ആണ്, 31ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 31ാമത്തെ ചോദ്യമാണ്. ഡിവിഡൻഡ് പെയ്ഡ് ബൈ എ മാനുഫാക്ചറിങ് കമ്പനി ഈസ് ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി വൈൽ പ്രിപ്പയറിങ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ 3 ആക്ടിവിറ്റി പഠിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയിലും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസിനകത്ത് ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസുമാണ് കാണിക്കുന്നത്. സെയിൽ പോലെയുള്ള, റെസീറ്റ് ഓഫ് കമ്മീഷൻ, റോയൽറ്റി പോലെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലോ ആയിട്ടും, പേയ്മെൻറ്റ് ടു എംപ്ലോയീസ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഔട്ട്ഫ്ലോ ആയിട്ടുമാണ് കാണിക്കുക, നോർമൽ ബിസിനസ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ദെൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റ് പർച്ചേസ് ചെയ്യുക, അസറ്റ് സെയിൽ ചെയ്യുക, ഷെയറിൽ മറ്റും ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുക, ഡിവിഡൻഡ് റിസീവ് ചെയ്യുക, പലിശ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റിങ്ങിൽ വരുന്നത്. ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, നമ്മുടെ ബിസിനസ്സിന് വേണ്ട ഫണ്ട് എടുക്കുന്ന ആക്ടിവിറ്റിയാണ്. സോ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഒക്കെ നമ്മൾ ഫിനാൻസിങ്ങിനകത്താണ് വെക്കേണ്ടത്. ദെൻ ബാങ്ക് ലോൺ ഫിനാൻസിങ് ആണ് വരുന്നത്. അതിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ലോണ്, റിഡംഷൻ ഓഫ് ഷെയർസ്, അതേപോലെ ഇൻട്രസ്റ്റ് പെയ്ഡ് പലിശ കൊടുക്കുന്നു, ഡിവിഡൻഡ് പെയ്ഡ് എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നമ്മളോട് ചോദിച്ചെന്താണ്, ഡിവിഡൻഡ് പെയ്ഡ് എവിടെ കാണിക്കുന്നു എന്നാണ്. ഡിവിഡൻഡ് പെയ്ഡ് എവിടെയാണ് കാണിക്കുക, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നോക്കണേ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ഉണ്ട്. നോക്കണേ, ഡിവിഡൻഡ് പെയ്ഡ് ആണെങ്കിൽ ഫിനാൻസിങ് ആണ്. നമ്മൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഷെയറിൻ്റെ റിട്ടേൺ ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമല്ലോ, സോ അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. എന്നാൽ ഡിവിഡൻഡ് റിസീവ്ഡ് ആണെങ്കിലോ, ഡിവിഡൻഡ് കിട്ടുന്നത് എന്താണ്, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഡിവിഡൻഡ് പെയ്ഡ് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. മാനുഫാക്ചറിങ് കമ്പനി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഡിവിഡൻഡ് പെയ്ഡ് നോർമൽ കേസിൽ എപ്പോഴും ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അതിനി ഫിനാൻഷ്യൽ കമ്പനി ആണെങ്കിലും മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിലും ഫിനാൻസിങ് ആക്ടിവിറ്റി തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്, ക്യാഷ് ഫ്ലോ എന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസും അതിനകത്ത് വരുന്ന കാര്യങ്ങളും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യനബിൾ ഏരിയ ആണ്, അവിടെ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി കറണ്ട് ഇയർ ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, നൺ ഓഫ് ദീസ് എബവ് ഉണ്ട്. സോ ദ ആൻസർ ഈസ്, നമുക്ക് ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യണേ എന്തൊക്കെ വേണടാ, ഫണ്ട് ഫ്ലോ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ വേണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വേണം, കറണ്ട് ഇയറിലെ വേണം, തീർച്ചയായിട്ടും വേണമല്ലേ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വേണം. അതേപോലെ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇയർ ആൻഡ് ദ കറണ്ട് ഇയർ, നമുക്ക് 2 വർഷത്തെ ബാലൻസ് ഷീറ്റും ആവശ്യമുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി, രണ്ടും വേണം എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ, ബോത്ത് എ ആൻഡ് ബി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33, 33ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ എൻ ഓർഗനൈസേഷൻ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ആ സോഴ്സ് ഓഫ് ഫണ്ടും യൂസ് ഓഫ് ഫണ്ടും, സോഴ്സ് ഓഫ് ഫണ്ട് എന്തൊക്കെയാണ്, സോഴ്സ് ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സോഴ്സ് ഓഫ് ഫണ്ട് ഓർ ഓഫ് എൻ ഓർഗനൈസേഷൻ?
കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻ ടു ഷെയർ. ഡിബഞ്ചർ എടുത്ത് ഷെയർ ആക്കി മാറ്റുന്നു. സോഴ്സ് ഓഫ് ഫണ്ട് ആണോ എന്നാണ് ചോദ്യം. ആക്ച്വലി അല്ല. നമുക്കവിടെ ഫണ്ട് വരുന്നില്ലല്ലോ, ഡിബഞ്ചറിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ആവുന്നല്ലേ ഉള്ളൂ. കൺവേർഷൻ ഓഫ് ലോൺ ഇൻ ടു ഷെയർസ്. ലോൺ തന്ന ഒരാൾ നമ്മൾ അയാൾക്ക് പകരമായിട്ട് ഷെയർ കൊടുക്കുന്നു. അവിടെ ഫണ്ട് വരുന്നില്ല, സോഴ്സ് ഓഫ് ഫണ്ട് വരുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് സോഴ്സ് ഓഫ് ഫണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് അഗെയിൻസ്റ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. അവിടെയും സോഴ്സ് ഓഫ് ഫണ്ട് എന്തായാലും വരില്ല. നമ്മളൊരു ബിൽഡിംഗ് വാങ്ങിച്ചു, ആ ബിൽഡിങ്ങിന് നമ്മൾ ഷെയർ കൊടുത്തു പകരം ക്യാഷ് കൊടുക്കുന്നതിന്. സോഴ്സ് ഓഫ് ഫണ്ട് അല്ല, അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നൺ ഓഫ് ദി അബവ് ലാസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താടാ? നൺ ഓഫ് ദി അബവ്. മേൽ പറഞ്ഞ ഒന്നും എന്തല്ല, സോഴ്സ് ഓഫ് ഫണ്ട് അല്ല. സോഴ്സ് ഓഫ് ഫണ്ട് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് അല്ലെ, ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കണക്കാക്കാം. ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കണക്കാക്കാം അല്ലേ. നമ്മുടെ കയ്യിലേക്ക് ഫണ്ട് വരുന്ന ആക്ടിവിറ്റി മാത്രമേ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട്. അങ്ങനെ ഒരു പേര് അതിനുണ്ട്. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വിളിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫ്ലോ എന്ന് വിളിക്കാറുണ്ട്. ഓൾ ഓഫ് ദി അബവ് ആണ് അപ്പോൾ ആൻസർ വരിക അല്ലേ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വരിക. ഓക്കെ. സോ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ തന്നെ കൊടുക്കുക കേട്ടോ. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ കൊടുക്കുക. അതിനാണ് നമ്മൾ മാർക്ക് കിട്ടുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഇറ്റ് ഈസ് 35th ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ്. ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, ചേഞ്ച് ഇൻ ഫണ്ട് ആണോ? ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. സോ ആക്ച്വലി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, വിച്ച് മീൻസ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്, ചേഞ്ച് ഇൻ ഫണ്ട് എന്നും വിളിക്കാറുണ്ട് അല്ലേ. രണ്ട് കേസിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലോ ഓഫ് ഫണ്ടിനെ വിളിക്കാം. ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഫ്ലോ ഓഫ് ഫണ്ടാണ്. ചേഞ്ച് ഇൻ ഫണ്ടും എന്താണ്? ഫ്ലോ ഓഫ് ഫണ്ട് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മീൻസ് MCQസുമായിട്ട് കൂടുതൽ MCQസുമായിട്ട്, അതായത് ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ലൈവ് സെഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ കൃത്യം 8 മണിക്ക് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. ലോ ആയിട്ട് നിതിൻ സാറ് വരുന്നുണ്ട്. സോ അപ്ലൈഡ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലോ ആയിട്ട് നിതിൻ സാറ് വരുന്നുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ലോൻ്റെ ക്വസ്റ്റ്യൻസ് സാർ അവിടെ ഡിസ്കസ് ചെയ്യും. നമുക്കറിയാം 100ൽ 40 മാർക്ക്, 100ൽ 40 മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്ക് ലോ ഭാഗത്തു നിന്നാണ് വരുന്നത് അല്ലേ. ലോ ആണ്. സോ അതിൻ്റെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസിൻ്റെ ഇതേപോലെ പ്രീവിയസ് ഇയർ MCQ ഡിസ്കഷനുമായിട്ട് നമ്മൾ മൺഡേ ആൻഡ് ട്യൂസ്ഡേ വരുന്നുണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 8 മണിക്ക് നമ്മൾ ലൈവ് സെഷൻസിനുണ്ടാവും, ലൈവിനകത്തുണ്ടാവും. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള MCQസുമായിട്ട് ഈ ഒരു കാര്യം മാക്സിമം CAT ചെയ്തുകൊണ്ടിരിക്കുന്ന, CAT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക. എക്സ്ക്ലൂസീവായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു എക്സാമിനേഷൻ CAT എക്സാമിനേഷൻ എല്ലാ ആളുകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക? നല്ല മാർക്ക് വാങ്ങി പാസ്സാവുക. 50% ആണ് നമുക്ക് വേണ്ട മാർക്ക്. നമ്മളത് ഓരോ പേപ്പറും 40% വേണം. അതേപോലെ ടോട്ടൽ അഗ്രിഗേറ്റ് 50% വേണം. നമ്മൾ 50 അല്ല, ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കോ അല്ലെങ്കിൽ ഏത് പേപ്പറിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ആളുകളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനിയുള്ള ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ലൈവിലും കൂടി ഇൻറ്ററാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം FA2 അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കൂടുതൽ MCQs ആയിട്ട് നമുക്ക് അടുത്ത ലൈവിൽ കാണാം. നാളെ ലോൻ്റെ ലൈവിൽ എല്ലാ ആളുകളും അറ്റൻഡ് ചെയ്യുക. സോ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.